ഹലോ മക്കളെ, ശ്രുതി ടീച്ചറാണ്. പരീക്ഷ എത്തിപ്പോയില്ലേ? അപ്പോൾ ഒരുപാട് പരീക്ഷാ ചോദ്യങ്ങളെ നിങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരിക്കും. ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നതും ഒരു പരീക്ഷാ ചോദ്യമായിട്ടാണ്. അതിനു മുൻപായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ പ്രാണ ബാച്ചിനെ പറ്റി ഇതുവരെ അറിയാത്തവരൊന്നും ഉണ്ടാവില്ല. ഇവരെ ജോയിൻ ചെയ്യാത്തവരെന്ത് ചെയ്യുക, നമ്മുടെ ബാച്ചിനെ പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ലിമിറ്റഡ് ഓഫർ മാത്രമേ ഉള്ളൂ. എല്ലാവരും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ബേസ് പ്ലാനും ഇൻഫിനിറ്റി പ്ലാനും ഉള്ള ഒരു അടിപൊളി പ്ലാനാണ് നമ്മുടെ അടിപൊളി ഒരു ബാച്ചാണ് നമ്മുടെ പ്രാണ എന്ന് പറയുന്നത്. ഒരുപാട് പ്രത്യേകതകളുള്ള ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. കാരണം എന്താണ്, ബേസ് ആയിട്ടുള്ള കാര്യങ്ങളും തൊട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിപ്പിച്ചു തരുന്ന ഒരു അടിപൊളി ബാച്ചാണ് പ്രാണ കേട്ടോ. അതുപോലെ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെത്താരും എന്ത് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ലൈക്കും കമൻറ്റും ഒക്കെ ആയിട്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക. എങ്കിലാണ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, എനിക്ക് തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരാം. പിന്നെ നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്, അതിലൊന്ന് ജോയിൻ ചെയ്യാം. ഞാൻ ഇന്നൊരു മുൻ വർഷ ചോദ്യങ്ങളിൽ ഒരു ചോദ്യമാണ് നിങ്ങളോടൊക്കെ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഒരു കുട്ടി സൈക്കിൾ ഓടിച്ച് ചന്ദ്രനിൽ പോയതിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നിങ്ങളോട് എന്തെങ്കിലും ഒരു അനുഭവക്കുറിപ്പ് എഴുതാൻ പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു മുൻ വർഷ ചോദ്യമാണ്, ഒരു അനുഭവക്കുറിപ്പാണ്. അതിൽ നമ്മളെ പാഠവുമായിട്ട് ബന്ധപ്പെട്ട അനുഭവക്കുറിപ്പ്. നിങ്ങൾ സൈക്കിൾ ഓടിച്ച ഓർമ്മയെ പറ്റി എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? നമ്മളൊന്ന് എഴുതി നോക്കിയാലോ. എൻ്റെ സൈക്കിൾ ഓർമ്മയെ പറ്റി ഞാൻ പറയാം. അപ്പം നിങ്ങളുടെ സൈക്കിൾ ഓർമ്മയെ പറ്റി നിങ്ങളിത് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് കൊണ്ടുവരണം. അപ്പം അനുഭവക്കുറിപ്പ് എഴുതുമ്പോൾ എന്താണ്, കൃത്യമായിട്ടും നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഉള്ളതാവുക. ഇനിയിപ്പോൾ എനിക്ക് അനുഭവമൊന്നുമില്ല, എനിക്ക് സൈക്കിൾ ഓടിച്ചോ ഓർമ്മയൊന്നുമില്ല, അല്ലെങ്കിൽ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓർമ്മയില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അനുഭവമാണെങ്കിൽ ഇതൊന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് പരീക്ഷയ്ക്ക് എഴുതാതെ പോകാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ ഇമാജിനേഷൻ, അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഭാവനയാണ്. ഇത് ഭാവനയൊന്നല്ല, എൻ്റെ സൈക്കിൾ ഓർമ്മയാണ്. നിങ്ങളുടെ സൈക്കിൾ യാത്ര അല്ലെങ്കിൽ സൈക്കിൾ പഠിക്കാൻ കഴിയാത്ത കൂട്ടുകാരനെ നിങ്ങൾ എങ്ങനെ സഹായിക്കും എന്നൊക്കെയാണ് ചോദ്യം. നിങ്ങളുടെ അനുഭവം എഴുതാം. എൻ്റെ സൈക്കിൾ ഓർമ്മയാണ് ഞാൻ എഴുതുന്നത്. ഒരു ദിവസം സ്കൂൾ വിട്ടു വന്നപ്പോൾ വീടിൻ്റെ മുറ്റത്ത് ഒരു സൈക്കിൾ. ഇതാരുടേതാണെന്ന് ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് ചേച്ചി ഓടി വന്ന് സൈക്കിളിൽ കയറുന്നത്. ഇരുത്തം കണ്ടാൽ തോന്നും ആനപ്പുറത്താണെന്ന്. എന്നെ കണ്ടപ്പോൾ പൊങ്ങച്ചമൊന്നു കൂടി. അമ്പടി കേമി, ഞാൻ അറിയാതെ ഇവളിതെപ്പോൾ ഒപ്പിച്ചു. എന്തായാലും ബാഗും ബുക്കും അവിടെ വെച്ച് ഞാനും സൈക്കിളിനെ ചുറ്റിപ്പറ്റി നിന്നു. നിനക്ക് കാലെത്തില്ല, വേണമെങ്കിൽ പുറകിലിരുന്നോ, ഡബിൾ എടുക്കാമെന്ന് ചേച്ചി പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. ഒറ്റച്ചാട്ടത്തിന് സൈക്കിളിൽ കയറിയതേ ഓർമ്മയുള്ളൂ. ബാലൻസ് കിട്ടാതെ സൈക്കിളും ചേച്ചിയും ഞാനും ഉരുണ്ടുമറിഞ്ഞു നിലത്ത്. കൈയാണോ കാലാണോ ഉരഞ്ഞത്? കൈയാണോ കാലാണോ ഉരഞ്ഞത് എന്നൊന്നും മനസ്സിലാവാത്ത വിധം 3-4 ദിവസം കിടപ്പിലായി. ഇതാണ് എൻ്റെ അനുഭവം. ഇത് ഞാൻ ഡയലോഗും എല്ലാം ചേർത്തിട്ടാണ് ഞാൻ എഴുതിയത്. ചേച്ചി എൻ്റെ വല്യച്ഛൻ്റെ മോളായിരുന്നു. അവള് ഒരു ദിവസം സൈക്കിളും കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു, എന്നെ പുറകിൽ കയറ്റുന്നു, ചടപടപട്ടവും നിലത്ത് വീഴുന്നു. ഇതാണ് എൻ്റെ സൈക്കിൾ ഓർമ്മ. അപ്പം നിങ്ങളുടെ സൈക്കിൾ ഓർമ്മ എന്താണെന്ന് നിങ്ങൾ വെറുതെ ഒന്ന് എഴുതി നോക്കുക മക്കളെ. കൃത്യമായിട്ടും എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് നേടാൻ പറ്റുന്ന വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ് അനുഭവക്കുറിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. സോ ആരും നമ്മുടെ സൈലത്തിൻ്റെ ക്ലാസ്സുകളൊന്നും മിസ്സാക്കരുത്. ഓരോ എ ഗ്രേഡ് ചോദ്യവും നിങ്ങളുടെ LSS പരീക്ഷ പോലുള്ള പരീക്ഷയിലേക്കൊക്കെ എത്തിക്കും. മാത്രമല്ല നമുക്ക് ഭാഷ പഠിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ, ഒരുപാട് എഴുതുന്ന സമയത്ത്. അപ്പോൾ ഏതെങ്കിലും ഒരു സൈക്കിൾ ഓർമ്മ എൻ്റെ മക്കളൊന്ന് എഴുതി നോക്കൂ. നിങ്ങൾക്ക് പറ്റൂടാ, പറ്റൂട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ടീച്ചറിന്റെ ക്ലാസ് ലൈക്കൊക്കെ ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലേ? ഇതുപോലുള്ള ചോദ്യങ്ങളുമായിട്ട് ടീച്ചർ വീണ്ടും വരുന്നതായിരിക്കും. പരീക്ഷയുടെ ഡേറ്റ് മറന്നു പോകരുത്. എന്നാണ് നിങ്ങൾക്ക് പരീക്ഷ? 14-ാം തീയതിയാണല്ലേ. സോ മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ചോദ്യവുമായിട്ട് ടീച്ചർ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ ബൈ. എല്ലാ പാഠങ്ങളിലെയും ചോദ്യങ്ങളുമായിട്ട് എന്ത് ചെയ്യാം, വീണ്ടും വരാം. അതുവരേക്കും നന്നായിട്ട് എഴുതുക, വായിക്കുക, പഠിക്കുക. ബൈ.